നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തിരുവനന്തപുരം വെള്ളറടയിൽ സ്ത്രീയെ കൊന്ന് കുഴിച്ചുമൂടി. അയൽവാസികളായ 2 പേർ കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക തർക്കമെന്ന് മൊഴി. കരമനയിൽ ദമ്പതികൾ മരിച്ച നിലയിൽ. ജീവനൊടുക്കിയതിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്ന് സൂചന. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. പലയിടത്തും നാശനഷ്ടം. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. ശബരിമലയിൽ കനത്ത മഴ. പമ്പ സ്നാനത്തിന് നിയന്ത്രണം. തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞു. ഒരാൾ മരിച്ചു. മരിച്ചത് തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി. 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കോതമംഗലം, ചീക്കോട്, കൂവപ്പാറ മേഖലകളിൽ കാട്ടാന സാന്നിധ്യം. ജനവാസ മേഖലയിൽ എത്തിയത് പെരിയാർ നീന്തിക്കടന്ന്. മേഖലയിൽ RRT നിരീക്ഷണം ശക്തമാക്കി. വിശദമായി നോക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ അയൽവാസി കൊന്ന് കുഴിച്ചുമൂടി. പനച്ചുമൂട് സ്വദേശിനി പ്രിയംവധയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നെയ്യാറ്റിൻകര പനച്ചമൂട് സ്വദേശിനിയായ പ്രിയംവദയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന പരാതിയുമായി ഇവരുടെ പെൺമക്കളാണ് വെള്ളറട പോലീസിനെ സമീപിച്ചത്. അതിനിടെ പ്രിയംവദയുടെ അയൽവാസിയായ സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് പ്രിയംവദയെ കാണാതായതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇവർക്ക് മർദ്ദനമേറ്റതായി സംശയമുണ്ടെന്നും രക്തക്കറകൾ വീടിനു ചുറ്റുമുണ്ടെന്നും രാവിലെ വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പുരോഹിതൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവ് വിനോദും ഇയാളുടെ സഹോദരൻ സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 12-ാം തീയതി തന്നെ പ്രിയംവദയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വിനോദിന്റെ വീടിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചു. 2 ദിവസത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് വിനോദിന്റെ വീടിന് പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴിയിൽ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം പാറപ്പൊടിയിട്ട് കുഴി നികത്തുകയായിരുന്നു. പ്രിയംവദ കടം വാങ്ങിയ പണം തിരികെ നൽകാഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി വിനോദ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്ന പ്രിയംവദയുമായി വിനോദിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായും അതിനിടെ ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സൂചനയുണ്ട്. വൻ പോലീസ് സുരക്ഷയിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. പത്മതീർത്ഥകുളം വൃത്തിയാക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്ത സതീഷനും ഭാര്യയുമാണ് സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ജീവനൊടുക്കിയത്. കരമന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരമന തമലം റെയിൽവേ ലൈന് സമീപം താമസിക്കുന്ന സതീശനെയും ഭാര്യ ബിന്ദുവിനെയും രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീശന്റെ കഴുത്തറുത്ത മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. SBIയിൽ നിന്ന് കരാറുകാരനായ സതീശൻ എടുത്ത 1/2 കോടിയിലേറെ രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ബാധ്യതയേറുകയായിരുന്നു. ഒറ്റത്തവണയായി പണം തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് അറിയിച്ചെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ദമ്പതികൾ ജീവനൊടുക്കിയതാകാമെന്നാണ് അയൽവാസികളുടെയും പോലീസിന്റെയും സംശയം. സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം ഇയാൾ കോൺട്രാക്ടറാണ്. എടുത്ത വർക്കിന്റെ പൈസ കിട്ടാത്തതും പ്രശ്നമായിട്ടുള്ളതാണ്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പം 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1, 2, 3 വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഓടി അടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഇയാൾക്കുണ്ടായിരുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീടിനുള്ളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18, തിരുവനന്തപുരം. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളിയും കണ്ണൂരിൽ കുളത്തിൽ വീണ് യുവാവും മരിച്ചു. കോഴിക്കോട് വയോധികൻ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതായും സംശയം. കല്ലാർകുട്ടി, മലങ്കര, നെയ്യാർ ഡാമുകളിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. കാസർഗോഡ്, കരിയങ്കോട്, നീലേശ്വരം എന്നിവിടങ്ങളിൽ നദികളിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയരുകയാണ്. കാസർഗോഡ്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയാണ്.
കണ്ണൂരിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. മാട്ടൂൽ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. ഇന്ന് രാവിലെ അഴീക്കോട് ആനിവയൽ കുളത്തിലായിരുന്നു സംഭവം. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. കോട്ടയം എരുമേലിയിലാണ് സംഭവം. തൊഴിലാളിയായ മുനിയാസ്വാമിയാണ് റബ്ബർ മരം വീണ് മരിച്ചത്. കോഴിക്കോട് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായ വയോധികൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായാണ് സംശയം. ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ്. 80 വയസ്സുകാരനായ ചാത്തമംഗലം പഞ്ചായത്തിലെ കാച്ചിക്കോളിൻ മാധവൻ നായരെയാണ് കാണാതായത്. തിരച്ചിലിൽ ഇദ്ദേഹത്തിന്റെ ചെരുപ്പും കുടയും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ 22 പേരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിലും തോരാതെ മഴയാണ്. മംഗളൂരുവിൽ കങ്കനാടി സുവർണ ലൈനിന് സമീപം കൂറ്റൻ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. റോഡിന് സമീപത്തായുള്ള കോമ്പൗണ്ട് ഭിത്തിയാണ് തകർന്നത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ കാറ്റാംകവല ഉന്നതിയിലെ 22 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മലപ്പുറം കോട്ടക്കലിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണാർക്കാട് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് ഗതാഗതം മുടങ്ങി. 9ാം വളവിൽ 20 അടി ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് പാറ വീണത്. വാഹനങ്ങൾക്ക് മുകളിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 10ാം വളവിനപ്പുറം മന്ദം പൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം പാലത്തിൽ വെള്ളം കയറി. ഇതോടെ കാഞ്ഞിരത്തു നിന്നും മണ്ണാർക്കാട് തെങ്കര ഭാഗത്തേക്കുള്ള ഗതാഗതവും ദുരിതത്തിലായി. ശിരുവാണി ഡാം തുറന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും തൂതപ്പുഴയിലും കൈവരിയായ മുറിയങ്കണ്ണിപ്പുഴയിലും വെള്ളമുയർന്നു. കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകളും മലങ്കര ഡാമിന്റെ 1 ഷട്ടറും ഉയർത്തി. അധിക ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ഇതോടെ ഇടുക്കി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇന്ന് 2343.24 അടിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ വൻമരം കടപുഴകി സമീപത്തുള്ള വീട് തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും മേവെള്ളൂർ പമ്പ് ഹോസിന് സമീപം തേയത്തു മധുവിന്റെ കോഴിഫാമിലേക്ക് തേക്ക് മറിഞ്ഞു വീണു. കോഴിഫാമിന്റെ ഒരു വശം പൂർണ്ണമായി നശിച്ചു. കൊട്ടാരക്കര ഇരുണൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീർത്ഥാടകർക്ക് സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18. വെങ്ങാനൂർ വെണ്ണയൂരിൽ മഴയത്ത് ഇരുനില വീട് ഭാഗികമായി തകർന്നു. കോവളം സ്വദേശിയായ വിപിൻ വാടകയ്ക്ക് താമസിക്കുന്ന വെണ്ണയൂർ തൃപ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപത്തെ ഇരുനില വീടാണ് മഴയിൽ ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അപകടം നടക്കുമ്പോൾ വിപിന്റെ അമ്മയും വിപിന്റെ സഹോദരന്റെ 2 വയസ്സുള്ള കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അസ്വാഭാവിക ശബ്ദം കേട്ട് വിപിന്റെ അമ്മ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. വീടിന്റെ മുൻവശവും അടുക്കള ഭാഗവും ഭാഗികമായി തകർന്നു. കിണറും ഇടിഞ്ഞിട്ടുണ്ട്. ഒരു സൗണ്ട് കേട്ടു. 2 പ്രാവശ്യമായിട്ടാണ് സൗണ്ട് കേട്ടത്. ആദ്യം സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലോറിയിൽ നിന്ന് തൊട്ടപ്പുറത്ത് വീട് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ ലോറിയിൽ നിന്ന് കല്ലടിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു. രണ്ടാമത് വീണ്ടും ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് വീണ്ടും ഇറങ്ങിയപ്പോഴാണ് അവർ വീടിനകത്തുണ്ടായിരുന്ന അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഓടി വന്നത്. അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ സമീപത്തെ കുഴിയിലേക്ക് നിലം പതിച്ചു. നിലവിൽ അടിത്തട്ടിലെ മണ്ണിളകി വീട് ചെരിഞ്ഞ അവസ്ഥയിലാണ്. വാസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് വിപിനും കുടുംബവും കോവളത്തെ ബന്ധുവീട്ടിലേക്ക് മാറി. നാട്ടുകാരും പരിസരവാസികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. റെഡ് അലർട്ടിനിടയിൽ വിനോദയാത്ര നടത്തി കാസർഗോഡ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ. ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലാണ് കർണാടകയിലെ അഗുംബയിലേക്ക് വിനോദയാത്ര നടത്തിയത്. 42 പേർ യാത്രയിൽ പങ്കെടുത്തു. ജില്ലയിൽ തുടർച്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ പരിധിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. എന്നാൽ അത് മറികടന്നാണ് വിനോദയാത്ര. ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിൽ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. കർണാടകയിലെ അഗുംബയിലേക്കാണ് 42 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഹോസ്ദുർഗ് തഹസിൽദാർ KV ജയപ്രസാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ K ബാബു, പ്രകൃതി ദുരന്തം സംബന്ധിച്ച് ചുമതലയുള്ള ജൂനിയർ സൂപ്രണ്ട് തുളസി രാജ്, വില്ലേജ് ഓഫീസർമാർ എന്നിവരടക്കമാണ് സംഘത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് ഇവർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായതോടെ ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇതിനു ചുമതലയുള്ള പ്രധാനപ്പെട്ട ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഹോസ്ദുർഗ് തഹസിൽദാർ KV ജയപ്രസാദ് 2 ദിവസത്തെ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ വിശദീകരണം. എന്നാൽ വിനോദയാത്ര സംബന്ധിച്ച് അനുമതി നൽകിയിട്ടില്ലെന്നും ഇവരോട്
റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കോന്നി മുറിഞ്ഞങ്കല്ലിൽ തോട്ടിൽ വീണ് കഴിഞ്ഞ ദിവസം കാണാതായ അതിരുങ്കൽ സ്വദേശി പ്രവീണിന്റെ മൃതദേഹം കണ്ടെത്തി. കോന്നി അരൂപ്പാലം എള്ളംകാവ് ക്ഷേത്രത്തിനടുത്ത് വലിയ തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പത്തനംതിട്ട ഫയർഫോഴ്സും സംഘവും സ്കൂബ ടീമും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റോഡ് സൈഡിൽ പ്രവീൺ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇന്നലെ കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ സ്റ്റോർ ഉടമയാണ് പ്രവീൺ. ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടായിരുന്നു പ്രവീൺ തോട്ടിൽ വീണത്. കോഴിക്കോട് അരീക്കോട് ഉറവൻകുളം ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മാറാട് സ്വദേശി സഞ്ജയ് രാജനാണ് മരിച്ചത്. സഹോദരനും കൂട്ടുകാർക്കുമൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു ഇന്നലെ വൈകിട്ട് അപകടമുണ്ടായത്. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന യുവാവിനെ മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ഡൈവിംഗ് സംഘം രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൌൺസിലർ ദേവരാജന്റെ മകനാണ് സഞ്ജയ്. മഴക്കാലം എത്തിയതോടെ വീണ്ടും തരംഗമാവുകയാണ് പാലക്കാട് കുമരനെല്ലൂരിലെ വട്ടക്കിണർ. കനത്ത മഴയിൽ ജലസമൃദ്ധിയായി വട്ടക്കിണർ സമൂഹ മാധ്യമങ്ങളിലടക്കം ഹിറ്റാണ്. വയലിനൊത്ത നടുവിൽ കണ്ണിന് കുളിർമയേകുന്ന വട്ടക്കിണർ, ആരുടെയും മനം നിറയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ച. ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച മഴയിൽ കിണർ നിറഞ്ഞു തുളുമ്പി. മഴക്കാലം എത്തിയതോടെ വട്ടക്കിണറിന്റെ പരിസരം പച്ചവിരിച്ചതോടെ ഭംഗി ഇരട്ടിയായി. ഇതോടെ വട്ടക്കിണറിൽ കുളിക്കാനും നീന്തി ഉല്ലസിക്കാനുമായി നിരവധി പേർ എത്തി തുടങ്ങി. അടിപൊളി. ഞങ്ങൾ ഇതിന്റെ മുന്നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അന്നും അതേപോലെ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയായിരുന്നു. ഇപ്പോഴും അതേപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഈ കുളത്തിൽ നല്ല പാറയുടെ പടമുണ്ട്. അപ്പൊ ആ പാറ ഉള്ളതുകൊണ്ടാണ് ഈ പാടത്തും ഇതേപോലെ ചളി ഇങ്ങനെ നിൽക്കാതെ വെള്ളം എത്ര ക്ലിയർ ആയിരിക്കുന്നത്. അടിപൊളിയാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് വട്ടക്കിണർ നിർമ്മിച്ചത്. ഏത് വേനലിലും വറ്റാത്ത ജലാശയം കൂടിയാണ് ഇന്നീ വട്ടക്കിണർ. സമൂഹ മാധ്യമങ്ങളിൽ എക്കാലത്തും വൈറലാണ് വട്ടക്കിണർ. അതുകൊണ്ട് തന്നെ പാലക്കാടിന് പുറത്തുനിന്നടക്കം കിണർ അന്വേഷിച്ചു വരുന്നവർ നിരവധിയാണ്. മഴക്കാലമായതോടെ വട്ടക്കിണർ നിറഞ്ഞു ജോറായിട്ടുണ്ട്. മഴക്കാലമായാൽ പ്രകൃതി ഭംഗി വേണ്ടുവോളമുള്ള വട്ടക്കിണർ വിനോദസഞ്ചാര കേന്ദ്രമാവുകയാണ്. ന്യൂസ് 18 പാലക്കാട്. അടിമാലി ബസ് സ്റ്റാൻഡിലെ കുഴികളും വെള്ളക്കെട്ടുകളും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ചളി തെറിക്കുന്നത് കാരണം നടന്നു പോകാൻ പോലും കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ദിവസവും നിരവധി സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും വന്നു പോകുന്ന അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ യാത്രികരെയും നാട്ടുകാരെയും വലയ്ക്കുകയാണ്. മഴ പെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിലായി. ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ്. അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഗർത്തങ്ങൾ പോലുള്ള മതിയായ കുഴികൾ. ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരും വിദ്യാർത്ഥികളോടൊപ്പം അനേകം ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വാഴ നട്ട് പ്രതിഷേധിക്കുകയും അതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടി പോലും ഇതുവരെ സ്വീകരിച്ചില്ല. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് പുറമെ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും മാങ്കുളം മൂന്നാർ പ്രദേശത്തേക്കുള്ള നിരവധി വിനോദസഞ്ചാരികളും അടിമാലിയിലേക്ക് എത്തുന്നുണ്ട്. വെള്ളം നിറഞ്ഞ കുഴികളിൽ വാഹനങ്ങൾ വീഴുമ്പോൾ യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ദേഹത്തേക്ക് വെള്ളവും ചെളിയും തെറിക്കുന്നത് മൂലം ബസ് ജീവനക്കാരും ജനങ്ങളുമായി വാക്കുതർക്കങ്ങളും പതിവാണ്. ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടണമെന്നും കോൺക്രീറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ച് ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിൽ പുന്നമട രാജീവ് ചെട്ടിയിൽ 3-അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർ നീന്തി പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ലിജോയെ പുറത്തെടുത്തത്. പാലക്കാട് കല്ലടിക്കോട് കരിമ്പയിൽ വാഹനാപകടം. പിക്കപ്പും ലോറിയും കൂട്ടിയിടിച്ചാണ് പുലർച്ചെയോടെ അപകടമുണ്ടായത്. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി.
എടുത്ത ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് 4 പേർക്ക് പരിക്ക്. കുട്ടനാട് ചെറുതുരുത്തി പാതയിൽ ആറങ്ങോട്ടുകര ടൗണിലാണ് അപകടമുണ്ടായത്. ആറങ്ങോട്ടുകര സെന്ററിന് സമീപം എഴുമങ്ങാട് റോഡിൽ പിറകിലോട്ടെടുത്ത ലോറിയിലേക്കാണ് ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയത്. പരിക്കേറ്റവർ ചികിത്സ തേടി. ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപത്തെ കൊടും വളവ് അപകടഭീതി ഉയർത്തുന്നു. പാതയുടെ ഒരു ഭാഗം കിഴക്കാം തൂക്കായ ചെരിവാണ്. ഈ ഭാഗത്ത് സുരക്ഷാ വേലികൾ സ്ഥാപിക്കാത്തതും അപകട കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകട വളവുകളുള്ളത്. കുത്തിറക്കവും കൊടും വളവുകളും അപകട സാധ്യത കൂട്ടുകയാണ്. ദേശീയപാതയാണെങ്കിലും റോഡിന് ഈ ഭാഗത്ത് വേണ്ടത്ര വിസ്തൃതിയില്ല. കുത്തിറക്കത്തിന്റെ ഒരു വശം കിഴുക്കാം തൂക്കായ ചെരിവാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൂടിയായപ്പോൾ കത്തിപ്പാറ കല്ലാർകുട്ടി മേഖലയിൽ അപകടങ്ങൾ പതിവാണ്. വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട്. അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരു വണ്ടി അവിടെ വളരെ താഴേക്ക് പതിച്ച സ്ഥിതിയുണ്ട്. ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരു ഭാഗ്യം എന്ന് കരുതേണ്ടതുള്ളൂ. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികാരികൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം തുടർക്കഥയായി മാറുന്ന അവസ്ഥയും ആളപായം ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ട്. റോഡിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ദേശീയപാത അധികൃതർ പക്ഷേ ഇത് മുഖവിലക്കെടുത്തില്ല. കഴിഞ്ഞ ദിവസവും ഒരു കാർ നിയന്ത്രണം തെറ്റി കൊക്കയിലേക്ക് വീണു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും വാഹനം പൂർണ്ണമായി തകർന്നു. ആധുനിക നിലവാരത്തിൽ റോഡ് പൂർത്തീകരിച്ചതിനാൽ വാഹനങ്ങൾ നല്ല വേഗതയിലാണ് കടന്നു പോകുന്നത്. അപകടങ്ങൾക്ക് ശേഷം പരിഹാരം കണ്ടെത്തുന്ന പതിവ് നടപടികൾക്ക് പകരം ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാലവർഷം എത്തിയതോടെ വള്ളുവനാട്ടിൽ ഇനി കൃഷിക്കാലം. പാലക്കാടിന്റെ പടിഞ്ഞാറൻ പാടശേഖരങ്ങളിൽ ഒന്നാം കൃഷിക്കായുള്ള ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. പാകമായ ഞാറുകൾ വരും ദിവസങ്ങളിൽ നടുന്നതോടെ നാടെങ്ങും പച്ചപുതയ്ക്കും. കാലവർഷം കനത്തതോടെ പട്ടാമ്പിയിലെ പാടശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പാടങ്ങളിൽ നിലമൊരുക്കൽ പൂർത്തിയായി. നടാനായി ഞാറുകൾ തയ്യാറായി. അടുത്ത ദിവസങ്ങളിൽ നടിയിൽ തുടങ്ങും. വരമ്പ് തയ്യാറാക്കലും വൃത്തിയാക്കലുമൊക്കെയായി തിരക്കിലാണ് കർഷകർ. കൃഷിഭവൻ വഴി കിട്ടിയ ജ്യോതിവിത്താണ് ഞാറ്റടിക്കായി പാകിയത്. 2 വിള നെൽകൃഷി ഇവിടെ നടത്താറുണ്ട്. 3ാം വിളയായി പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. ഇത്തവണ പന്നിശല്യം കാര്യമായില്ല. കൃഷി തുടങ്ങിയാലും പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 പാലക്കാട്. കതിരണിയുകയാണ് തിരുവനന്തപുരം കിളിമാനൂരിലെ പുല്ലയിൽ പാടശേഖരം. ഇതിനായി കർഷക കൂട്ടായ്മ ഒരുക്കം തുടങ്ങി. വർഷങ്ങളായി തരിശുകിടക്കുകയായിരുന്നു കിളിമാനൂർ പുല്ലയിൽ വീട് പാടശേഖരം. ഇവിടമാണ് വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കിയത്. 2 ഹെക്ടറോളം വരുന്ന പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മയാണ് നെൽകൃഷി ഇറക്കുന്നത്. പുല്ലയിൽ വീട് പാടത്തിലെ ഭഗവതി കണ്ടത്തിൽ നടന്ന വിത്തിടൽ ചടങ്ങ് പ്രമുഖ നാടക നടനും സംവിധായകനുമായ കലാശ്രീ കണ്ണൂർ വാസൂട്ടി നിർവഹിച്ചു. തരിശുനിലങ്ങളിൽ നെൽകൃഷി വികസനം എന്ന പദ്ധതി പ്രകാരമാണ് കൃഷി. ഏറെ ശ്രമകരമായി ഏലാത്തോടും വയലും വൃത്തിയാക്കിയാണ് കൃഷിഭൂമി സജ്ജമാക്കിയത്. വിത്തിടൽ ചടങ്ങിൽ പാടശേഖര സമിതി പ്രസിഡന്റ് ശിവശങ്കരപിള്ള, കർഷക കൂട്ടായ്മ പ്രതിനിധി ശിവകുമാർ, നാടൻപാട്ടു കലാകാരൻ കൊഴുവന്നൂർ ഷൺമുഖൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കിളിമാനൂർ. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു പാർക്കിന്റെ ലക്ഷ്യം. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് സ്ട്രോബെറി കൃഷിയുടെ കാഴ്ചകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ട്രോബെറി പാർക്ക് ആരംഭിച്ചത്. ആവശ്യക്കാർക്ക് പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടിരുന്നു. തുടക്കത്തിൽ മികച്ച രീതിയിലായിരുന്ന പദ്ധതി പിന്നീട് താളം തെറ്റി. നിലവിൽ സ്ട്രോബെറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് കൃഷികൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറികളുടെ സംഭരണവും നടക്കുന്നു. എന്നാൽ സ്ട്രോബെറി കൃഷി പൂർണ്ണമായും നിലച്ചു. പാർക്കിന്റെ നടത്തിപ്പ് കാര്യക്ഷമമാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കത്ത് അപകടത്തിൽപ്പെട്ട കാർ ഉയർത്തുന്നതിനിടെ പെരുമ്പാമ്പിനെ കണ്ടെത്തി. നിയന്ത്രണം വിട്ട തോട്ടിൽ വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്.
കോതമംഗലം, ചീക്കോട്, കൂവപ്പാറ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം. പെരിയാർ നീന്തിക്കടന്നാണ് 3 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആനകൾ എത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ RRTയുടെ നിരീക്ഷണം ശക്തമാക്കി. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരിയാർ നീന്തിക്കടന്ന് 3 ആനകൾ എത്തിയത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ 5-6 വാർഡ് പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപമുള്ള മേഖലകളിലും RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കി. ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂവപ്പാറ ഈ നഗറിൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെ ആനകൾ 3 ആനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പിൻ്റെ കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവുമെല്ലാം 24 മണിക്കൂറും പ്രത്യേകിച്ച് RRTയുടെ പൂർണ്ണമായ സേവനം ഈ പ്രദേശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപാണ് ചാരുപാറ മേഖലയിൽ പെരിയാർ നീന്തിക്കടന്ന് ആനകളെത്തിയ സംഭവം ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. അക്കാലത്ത് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ പെരിയാറിനപ്പുറത്തെ വനത്തിലേക്ക് ആനകളെ തുരത്തിയതിനു ശേഷം ഇതുവരെ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടുവന്നത്. കൂവപ്പാറ നഗറിന് സമീപത്തായി ആനകളെത്തിയ കൃഷിയിടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ന്യൂസ് 18 കോതമംഗലം. നെല്ലിയാമ്പതിയിൽ 2 കാട്ടാനകൾ ജനവാസ മേഖലയിൽ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. വിനോദസഞ്ചാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും വനംവകുപ്പ് നിർദ്ദേശം നൽകി. മഴയും കോടയും നിറഞ്ഞതിനാൽ 3-ാം ദിവസവും ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനായില്ല. ഇതോടെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. നെല്ലിയാമ്പതിയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട്, പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. മുറിഞ്ഞപുഴ, കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നുണ്ട്. പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ തമ്പടിക്കുന്നു. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷിക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യം കൂടിയായത് ജനങ്ങളുടെ ആശങ്ക കൂട്ടുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ നാണ്യവിളകളോ മറ്റു വിളകളോ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. ഉണ്ടാക്കുന്ന കൃഷികൾ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കുന്നു. അതുമാത്രമല്ല, പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങി ആക്രമിക്കുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളത്. അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ, ആവർത്തിച്ച് പറയുന്നു, വകുപ്പ് മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനങ്ങളോടുള്ള വളരെ ക്രൂരതയാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മൂവാറ്റുപുഴ കദളിക്കോട് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും വെങ്ങല്ലൂർ സ്വദേശി ആസിഫ് നിസാറുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതികളുടെ സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് പിടികൂടി. ഇന്നലെ വൈകിട്ട് 3:30 കദളിക്കാട് പട്രോളിംഗിനിടെയായിരുന്നു സംഭവം. വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ SI മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ ഇതിന് തയ്യാറായില്ല. പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത യുവാക്കൾ SIയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം ഇവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഒരിക്കലും സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ പെട്രോളിനിടയ്ക്ക് SPയുടെ പ്രത്യേക നിർദ്ദേശവും ഓടുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. NDPS കേസുകളും മറ്റു കേസുകളും ഡിറ്റക്ട് ചെയ്യണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഈ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് സംശയം എന്തോ ഒരു കൈമാറ്റം പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ചെറുപ്പക്കാരെ പിള്ളേരാണ്, അവരുടെ ആ ഒരു ഇരിപ്പിലും അതിൽ സാഹചര്യം. മറ്റെന്ന് പറയുമ്പോൾ ഒന്നിലെ സ്ഥലങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണെന്നുള്ള രീതിയിലൊരു സംസാരം വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. 2 പേർക്കുമെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതികളുടെ സുഹൃത്തുക്കളായ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കഴുത്തിലും കൈയിലും പരിക്കേറ്റു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു.
ന്യൂസ് 18 ഇടുക്കി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.